ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ചാപ്റ്ററാണ്. ഏതാണെന്നറിയോ? കെമിക്കൽ കൈനറ്റിക്സ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് കെമിക്കൽ കൈനറ്റിക്സ്. കെമിക്കൽ കൈനറ്റിക്സ് ഈ പാഠത്തിൽ മെയിനായിട്ട് പറയുന്നത് ഒരു റിയാക്ഷനും ആ റിയാക്ഷൻ്റെ പ്രത്യേകതകളുമാണ്. അപ്പോൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരൊക്കെ ഉണ്ടാകും ഒരു റിയാക്ഷനിൽ? ആരൊക്കെ ഉണ്ടാകും? റിയാക്റ്റൻസ് ഉണ്ടാകും ഇല്ലേ? പിന്നെയോ പ്രൊഡക്ട്സും ഉണ്ടാകും ഇല്ലേ? റിയാക്റ്റൻസ് പ്രൊഡക്റ്റായിട്ട് മാറുന്നതിനെ ഒരു പ്രോസസ്സാണ് എന്ത്? റിയാക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ റിയാക്റ്റൻസും ഉണ്ടാകും, പ്രൊഡക്ട്സും ഉണ്ടാകും അല്ലേ? ഇപ്പോൾ നമ്മളൊരു റിയാക്ഷൻ എഴുതുകയാണ്. ഞാനിവിടെ ഒരു എയും ബിയും കൂടിയും റിയാക്ട് ചെയ്തിട്ട് സി എന്ന പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ എയും ബിയും കൂടിയും റിയാക്ട് ചെയ്തിട്ട് സി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാവുകയാണ്. അപ്പോൾ ഇവിടെ സി എന്താണ്? പ്രൊഡക്റ്റാണ്. എയും ബിയും എന്താണ്? റിയാക്റ്റൻസും ആണ്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈ പാഠഭാഗത്ത് പറയുന്നത് മെയിനായിട്ട് പറയുന്നത് റിയാക്ഷൻ്റെ റേറ്റാണ്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഒരു റിയാക്ഷൻ്റെ റേറ്റ് അതെങ്ങനെയായിരിക്കും, എന്താണ് ഈ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ, അതൊക്കെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കി നോക്കാം. റേറ്റ് ഓഫ് എ റിയാക്ഷൻ. എന്താണ് ഒരു റിയാക്ഷൻ്റെ റേറ്റ്? എന്താണ് ഈ റേറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം? തോത് അല്ലേ, അല്ലെങ്കിൽ നിരക്ക് അല്ലേ? ഒരു റിയാക്ഷൻ്റെ നിരക്ക്, അതാണ് ഈ റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കാം ഒരു റിയാക്ഷൻ്റെ നിരക്ക് എന്ന് പറഞ്ഞാൽ? അതായത് ആ റിയാക്ഷൻ എത്രത്തോളം നടന്നു, അതാണ് റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് എന്താണ്? ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ റിയാക്റ്റൻസ് കൂടിച്ചേർന്ന് അല്ലെങ്കിൽ അവർ റിയാക്ട് ചെയ്തിട്ടാണ് ഇവിടെ സി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ എന്തുണ്ടാകും? റിയാക്റ്റൻസിൻ്റെ അളവ്, റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്റ്റൻസിൻ്റെ അളവ് കുറയും അല്ലേ? റിയാക്റ്റൻസിൻ്റെ അളവ് കുറയും ചെയ്യും. ഇത് കുറയും റിയാക്റ്റൻസിൻ്റെ അളവ് അല്ലേ, റിയാക്ഷൻ നടക്കുമ്പോൾ. പിന്നെയോ പ്രൊഡക്ട്സിൻ്റെ അളവ് കൂടും ചെയ്യും ഇല്ലേ? അപ്പോൾ നമുക്ക് പറയാം റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താവും? ഇവിടെ ഈ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടല്ലോ, അതിലുണ്ടാകുന്ന മാറ്റമാവാം, അല്ലെങ്കിൽ പ്രൊഡക്ട്സിൻ്റെ കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന മാറ്റമാവാം. അതായത് റിയാക്റ്റൻസിൻ്റെ അളവ് ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ കുറയും, അതേപോലെ തന്നെ പ്രൊഡക്ട്സിൻ്റെ അളവ് കൂടും ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഇവിടെയും റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ്റെ അളവിലും ഒരു മാറ്റം ഉണ്ടായി, പ്രൊഡക്ട്സിൻ്റെ കോൺസെൻട്രേഷൻ്റെ അളവിലും ഒരു മാറ്റം ഉണ്ടായി. അപ്പോൾ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് മേ ബി ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻസ് ഓർ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രൊഡക്റ്റ്. അതിലേതെങ്കിലും ഒന്ന് കണ്ടെത്തിയാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഒരു റിയാക്ഷൻ്റെ റേറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് പറയാം എന്താണ്? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ് ഓർ റിയാക്റ്റൻസ് ഓർ പ്രൊഡക്ട്സ്. പ്രൊഡക്ട്സിൻ്റെയോ അല്ലെങ്കിൽ റിയാക്റ്റൻസിൻ്റെയോ കോൺസെൻട്രേഷനിലുണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുക ഇതിൻ്റെ ഡെഫിനിഷനാണ്. എങ്ങനെ നമുക്ക് ഒരു റിയാക്ഷൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇക്വേഷൻ. എന്താണ് ഒരു റേറ്റ് ഓഫ് എ റിയാക്ഷൻ? ഇതിനെങ്ങനെ ഇക്വേഷൻ ആക്കി എഴുതാം? എന്താ നമ്മളിവിടെ പറഞ്ഞത്?
ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് ഇല്ലേ, റിയാക്റ്റൻസിൻ്റെ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷനിൽ ഉണ്ടായ മാറ്റം ഇല്ലേ. ഇപ്പോൾ ചിലപ്പോൾ 2 എയും ബിയും കൂടി നമ്മൾ ഒരു ചേർന്നിട്ട് ഒരു റിയാക്ഷൻ നടക്കുകയാണ്. അപ്പോൾ എൻ്റെയും ബിൻ്റെയും കോൺസെൻട്രേഷൻ ഇപ്പോൾ ചിലപ്പോൾ 10 ഒക്കെ ആവാം. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ അവിടെ എന്തായിക്കാരം ഈ റിയാക്റ്റൻസിൻ്റെ അളവ് കുറയില്ലേ, അതൊരു 5 ഒക്കെ ആയിട്ട് കുറയൂലേ. അപ്പോൾ അവിടെ എന്തുണ്ടായി, ഈ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷനിൽ ഒരു മാറ്റം ഉണ്ടായില്ലേ. അത് തന്നെയാണ് ആ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, റേറ്റ് ഓഫ് എ റിയാക്ഷൻ എങ്ങനെ ഇക്വേഷൻ കൊടുക്കാം? ഇറ്റ് ഈസ് ദ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. എന്താണ്? ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് by time taken for the change. Time taken for the change. അപ്പോൾ എന്താണ് നമ്മുടെ ഇക്വേഷൻ? നമുക്കിപ്പോൾ എന്താ റിയാക്ഷൻ്റെ റേറ്റ് കണക്കാക്കുക എങ്ങനെയാണ്? ആ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷനിലുണ്ടായ മാറ്റത്തെ നമ്മൾ അവിടെ മാറാനുണ്ടായ ആ സമയം കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് ആ റിയാക്ഷൻ്റെ റേറ്റ് കിട്ടുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷനിലുണ്ടായ കുറവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ അതിന് വേണ്ട സമയം കൊണ്ട് ഹരിക്കുമ്പോഴാണ് റിയാക്ഷൻ്റെ റേറ്റ് നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ ഇതിന് നമുക്ക് വേറൊരു തരത്തിലുള്ള ഇക്വേഷനും ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ ഉണ്ടാക്കുക? നമ്മൾ പറഞ്ഞു എന്താണ്, ഇപ്പോൾ ഇത് എന്തിൻ്റെ ടേമിലുള്ള ഇക്വേഷനാണ്? റിയാക്റ്റൻസിൻ്റെ ടേമിലുള്ള ഇക്വേഷനാണ് അല്ലേ. ഇനി നമുക്ക് എന്തുകൂടി പറയാം, പ്രൊഡക്ട്സിലുണ്ടായ മാറ്റവും നമുക്ക് റിയാക്ഷൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചൂടെ ഇല്ലേ. പ്രൊഡക്ട്സിൽ എന്ത് മാറ്റം ഉണ്ടാവുക? ആദ്യം റിയാക്ഷൻ തുടങ്ങുന്ന സമയത്ത് പ്രൊഡക്റ്റ് ഉണ്ടാവില്ല ഇല്ലേ, റിയാക്റ്റൻസ് മാത്രം ഉണ്ടാവുക. പിന്നെ ഈ റിയാക്റ്റൻസുകൾ റിയാക്ട് ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് ഉണ്ടാവുക. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനിലൊക്കെ എന്ത് മാറ്റം ഉണ്ടാവുക ഇല്ലേ, അത് കൂടുക ചെയ്യുണ്ടാവുക അല്ലേ. അപ്പോൾ ആദ്യം 0 ആയിരിക്കാം. ഇപ്പോൾ റിയാക്ഷൻ എയും ബിയും മാത്രം റിയാക്റ്റൻ ചേർന്നിട്ട് സി ഉണ്ടായിട്ടുണ്ടാവില്ല ഇല്ലേ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അളവ് 10 ആയിരിക്കാം, ഇവിടെ സീൻ്റെ അളവ് 0 ആയിരിക്കാം. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടാവും, 5 ആയിരിക്കാം. പക്ഷേ സീൻ്റെ അളവോ കൂടിയിട്ടുണ്ടാകും, 10 ആയിരിക്കാം. കോൺസെൻട്രേഷനിലും ഒരു വ്യത്യാസമുണ്ടായിട്ടുണ്ട് ഇല്ലേ. ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് ഒരു റിയാക്ഷൻ്റെ റേറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് എങ്ങനെ ഇക്വേഷൻ എഴുതാം? ഇൻക്രീസ് ഇൻ റേറ്റ് ഓഫ് എ റിയാക്ഷൻ വിൽ ബി എന്ത് വരാം? ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ് അല്ലേ. പ്രൊഡക്ട്സിൻ്റെ കോൺസെൻട്രേഷനിൽ കൂടുതലല്ലേ ചെയ്യുന്നുണ്ട്, അത് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ഫോർ ദ ചേഞ്ച്. അപ്പോൾ ഇങ്ങനെ 2 രീതിയിലും ഒരു റിയാക്ഷൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. റിയാക്റ്റൻസിൻ്റെ അളവ് കുറയുന്നത് ബേസ് ചെയ്തിട്ടും, അതായത് അളവ് കുറയുന്നതിൽ ആ ഒരു മാറ്റത്തെ അടിസ്ഥാനമാക്കിയിട്ടും ഒരു റിയാക്ഷൻ്റെ റേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പ്രൊഡക്ട്സിൻ്റെ അളവ് കൂടുന്നു, അപ്പോൾ ആ ഒരു ചേഞ്ചിനെ അടിസ്ഥാനമാക്കിയിട്ടും ഒരു റിയാക്ഷൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഇത് ഇക്വേഷനാണ്. PCl5 gives PCl3 plus Cl2. ഇപ്പോൾ ഇതിൽ ഏതാണ് റിയാക്റ്റൻസ്? ഇതാണ് റിയാക്റ്റൻസ് ഇല്ലേ, ഇത് പ്രൊഡക്ട്സുമാണ് അതെ. ഇനി ഈ റിയാക്ഷൻ്റെ റേറ്റ് ഓഫ് എ റിയാക്ഷൻ, ഈ റിയാക്ഷൻ്റെ റേറ്റിൻ്റെ റേറ്റ് എങ്ങനെയാവും അതാണ് ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്. ഒരു റിയാക്ഷൻ്റെ റേറ്റ് അപ്പോൾ എങ്ങനെയാവും? ഇവിടെ ഇതാണ് റിയാക്റ്റൻസ് ഇല്ലേ. അപ്പോൾ ആദ്യം ഇതിൻ്റെ കോൺസെൻട്രേഷൻ കുറച്ചൊക്കെ ഉണ്ടാകും, പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ അതിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞിട്ടുണ്ടാകും ഇല്ലേ. ആ റിയാക്റ്റൻസ് എന്തായിട്ട് മാറിയിട്ടുണ്ടാകും? പ്രൊഡക്ട്സ് ആയിട്ട് മാറിയിട്ടുണ്ടാകും. അപ്പോൾ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ റിയാക്ഷൻ്റെ റേറ്റാണ് എഴുതാൻ പോകുന്നത്. എങ്ങനെയാണ് എഴുതുന്നതെന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ എങ്ങനെയാണ്? ഇവിടെ കോൺസെൻട്രേഷൻ കുറഞ്ഞത് കാരണം ഞാൻ ആദ്യം ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ എന്താ പറഞ്ഞത്? റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു
ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻസ് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മൾ അതായത് മൈനസ് സൈൻ ഇട്ടെടുത്തത് മനസ്സിലായില്ലേ, ആ ഡിക്രീസ് ഉള്ളത് കാരണമാണ് നമ്മളിവിടെ മൈനസ് സൈൻ ഇട്ടെടുത്തത്. പിന്നെ ചേഞ്ച്, അവിടെ ഒരു ചേഞ്ച് ആണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ ഡെൽറ്റ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻസ്, ഇവിടെ കോൺസെൻട്രേഷനുള്ള ആ ഒരു ഇതാണ് ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ PCl5, അതായത് ഈ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷനിലുണ്ടായ മാറ്റം എന്നാണ് ഇതുകൊണ്ട് അർത്ഥം. ഡെൽറ്റ ഇട്ട് കൊടുത്തിരിക്കുന്നത് ചേഞ്ച് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡെൽറ്റ ഇട്ട് കൊടുക്കുന്നത്. അതേ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, ടൈം ടേക്കൺ ഫോർ ദി ചേഞ്ച് എന്ന് നമ്മൾ അവിടെ നേരത്തെ എഴുതിയില്ല ഇക്വേഷന്. അപ്പോൾ ആ ഒരു ഇക്വേഷനാണ്, അതിനെയാണ് നമ്മളിങ്ങനെ എഴുതിയിരിക്കുന്നത് എന്താണ്, മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് PCl5 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇനി നമ്മൾ പഠിച്ചു പിന്നെ പ്രൊഡക്ട്സിൻ്റെ ടേമിലും നമുക്ക് റിയാക്ഷൻ്റെ റേറ്റ് എഴുതാമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അതെങ്ങനെയായിരിക്കാം, മൈനസ് സൈന് വേണ്ടി വരുമോ? വേണ്ട, എന്തായിരിക്കും, പ്ലസ് സൈന് മതി. കാരണം ഇവിടെ ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ്. ആദ്യം പ്രൊഡക്ട്സ് ഉണ്ടായിട്ടുണ്ടാവില്ല, പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാലാണ് പിന്നെ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ കോൺസെൻട്രേഷനിൽ കൂടുതലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് അതിന് പ്ലസ് സൈൻ ഇട്ട് കൊടുത്താൽ മതി. പ്ലസ് ഒരു സൈന് വേണമെന്നൊന്നുമില്ല, പ്ലസ് ആയത് കാരണം. അപ്പോൾ ഞാൻ ഇവിടെ വെറുതെ പ്ലസ് ഇട്ട് കൊടുത്തു. പിന്നെ ഇതുപോലെ തന്നെ ചേഞ്ചിൻ അല്ലേ, കോൺസെൻട്രേഷൻ ഓഫ് ഏത് പ്രൊഡക്റ്റ്, PCl3 അല്ലേ, PCl3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇനി വേറെ ടേമിലും നമുക്ക് എഴുതാൻ പറ്റും. എന്തായിരിക്കാം, വേറെ ടേമിലും നമുക്ക് എഴുതാൻ പറ്റും. ഏതാണ്, ഈ Cl2ൻ്റെ ടേമിലും നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെയായിരിക്കും, Cl2 അതേപോലെ തന്നെ എന്താണ്, ഒരു പ്രൊഡക്റ്റാണ് അല്ലേ. അപ്പോൾ അതും പ്ലസ് സൈൻ തന്നെ ഇടുക. എന്നിട്ട് പിന്നെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് Cl2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഇക്വേഷനാണ് ഇതിൻ്റെ റിയാക്ഷൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് നമുക്ക് കിട്ടിയത്. ഇതിലേതെങ്കിലും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് റിയാക്ഷൻ്റെ റേറ്റ് കിട്ടും. അതായത് ഇതിൻ്റെ PCl5ൻ്റെ കോൺസെൻട്രേഷനിലുണ്ടാകുന്ന മാറ്റമോ, അല്ലെങ്കിൽ PCl3ൻ്റെ കോൺസെൻട്രേഷനിലുണ്ടായ മാറ്റമോ, അല്ലെങ്കിൽ Cl2ൻ്റെ കോൺസെൻട്രേഷനിലുണ്ടായ മാറ്റമോ ഏതെങ്കിലും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ ആ റിയാക്ഷൻ്റെ റേറ്റ് നമുക്ക് കിട്ടും. ഇനി ഇതിലേത് കാൽക്കുലേറ്റ് ചെയ്താലും എന്തായിരിക്കും, ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ തന്നെയായിരിക്കും ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ. അപ്പം നമുക്ക് അതിനെന്ത് കൊടുക്കാം, ഒരു ഈക്വൽ ടു സൈൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന വാല്യൂവിനേക്കാളും ഇത് കാൽക്കുലേറ്റ് ചെയ്താലും അപ്പോഴും നമ്മൾ എന്ത് കൊടുത്തു, ഒരു ഈക്വൽ ടു സൈൻ കൊടുത്തു. അപ്പം നമ്മൾ ഈ റിയാക്ഷൻ്റെ റേറ്റ് നമുക്ക് സുഖമായിട്ട് എഴുതാം അല്ലേ. എങ്ങനെയാണ്, ഇവിടെ റിയാക്റ്റൻസ് ആയത് കാരണം മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് PCl5 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു, ഇവിടെ പ്രൊഡക്റ്റ് ആയത് കാരണം പ്ലസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് PCl3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് Cl2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇനി നമുക്ക് വേറൊരു ഇക്വേഷൻ്റെ റേറ്റും കൂടി നമുക്ക് എഴുതി നോക്കാം. H2 plus Br2 gives 2HBr. H2 plus Br2 gives 2HBr. ഇവിടെ ഹൈഡ്രജനും ബ്രോമിനും കൂടി ചേർന്നിട്ട് ഒരു HBr ഹൈഡ്രോ ബ്രോമൈഡ് ഉണ്ടാവുകയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ കോൺസെൻട്രേഷൻ ഇതുപോലെ എങ്ങനെ എഴുതാൻ പറ്റും, ഇത് രണ്ടുമാണ് റിയാക്റ്റൻസിൻ്റെ സൈഡിൽ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുത്തു. ഇനി ആദ്യം ഇതിൻ്റെ ടേമിൽ എഴുതാം, പിന്നെ ഇതിൻ്റെ ടേമിൽ എഴുതാം, പിന്നെ ഇതിൻ്റെ ടേമിലും എഴുതാം. അപ്പോൾ മൈനസ് ഡെൽറ്റ ഇട്ട് കൊടുക്കാം, കോൺസെൻട്രേഷൻ ഓഫ് H2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി അല്ലേ. പിന്നെ ഈക്വൽ ടു ഇട്ടെടുത്തൂടെ, കാരണം നമ്മൾ പറഞ്ഞു ഇതിലേതിൻ്റെയും വാല്യൂ ഈക്വൽ ആകും, ഏതും കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് കിട്ടുമെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇതും മൈനസ് തന്നെ ഇട്ട് കൊടുക്കുക, കാരണം റിയാക്റ്റൻസിൻ്റെ സൈഡിലാണ്. ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് Br2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇനി ഈക്വൽ ടു, ഇനി ഇതിൻ്റെ ടേമിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 2 മോൾ HBr ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഇവിടെ 2 ഉള്ളത് കാരണം ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് എഴുതണം, 1/2 എന്ന് എഴുതണം അതിൻ്റെ മുമ്പ്. പിന്നെ ഇതുപോലെ തന്നെ എഴുതുക, ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് HBr ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി.
ഇങ്ങനെ നമുക്ക് എഴുതാം. ഇത് പ്രൊഡക്ട്സിൻ്റെ സൈഡ് ആയതുകൊണ്ട് ഇതിന് നമുക്ക് പോസിറ്റീവ് സൈന് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണ് ഒരു റിയാക്ഷൻ്റെ റേറ്റ് നമ്മൾ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് റിയാക്ഷൻ്റെ റേറ്റ്, ഒരു റിയാക്ഷൻ കിട്ടിയാൽ അതിൻ്റെ റേറ്റ് എഴുതാൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി നമുക്കൊരു ജനറൽ ഇക്വേഷൻ എഴുതാം. എ പ്ലസ് ബി ബി ഗിവ്സ് സി സി പ്ലസ് ഡി ഡി. ഇവിടെ എന്താ അർത്ഥം? എ മോൾ ക്യാപിറ്റൽ എയിലുള്ള ഒരു റിയാക്റ്റൻസ് ഉണ്ട്, ബി മോൾ ബി ഉണ്ട്, സി മോൾ സി ഉണ്ടായി, ഡി മോൾ ഡി ഉണ്ടായി. ഈ സ്മാൾ ലെറ്റേഴ്സൊക്കെ മോളുകളുടെ കണക്കാണ് നമ്മൾ കാൽക്കുലേറ്റ് പറയുന്നത് അതിൽ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ആദ്യം നമ്മൾ മൈനസ് സൈൻ ഇട്ട് കൊടുത്തു അല്ലേ. എ മോൾസിൻ്റെ എണ്ണ ആയത് കാരണം നമ്മൾ ഇതിനെ 1/a എഴുതി. ഇതിനൊരു ജനറൽ ഫോമിൽ നമ്മൾ എഴുതുക കേട്ടോ. ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി വിച്ച് വിൽ ബി ഈക്വൽ ടു മൈനസ് 1/b ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി വിച്ച് വിൽ ബി ഈക്വൽ ടു 1/c. പ്ലസ് ഇട്ട് കൊടുക്കണോ? വേണ്ട. ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി വിച്ച് വിൽ ബി ഈക്വൽ ടു 1/d ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് ഡി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അങ്ങനെയാണ് ഒരു റിയാക്ഷൻ്റെ റേറ്റ് നമ്മൾ എഴുതുക. അപ്പോൾ ഇത്രയാണ് ഒരു റിയാക്ഷൻ്റെ റേറ്റ് പറയുന്നത്. ഇനി പരീക്ഷയ്ക്ക് എങ്ങാനും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ നമ്മളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ ഡെൽറ്റ എല്ലായിടത്തൊക്കെ ഡി ഇട്ടിട്ട് എഴുതാം. അതായത് ഇങ്ങനെ, ഇപ്പോൾ 1/a ഡി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അങ്ങനെ സാധാരണ ചോദിക്കാറില്ല. അഥവാ ചോദിച്ചാൽ ഈ ഡി ഇട്ടിട്ട്, ഡെൽറ്റ ഇടുന്നോടത്ത് പകരം ഡി ഇട്ടിട്ട് നമ്മൾ ആ റിയാക്ഷൻ്റെ റേറ്റ് എഴുതും. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ചോദിച്ചാൽ. ഓക്കെ, ചോദിക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ വല്ലാതെ സൂചിപ്പിക്കാത്തത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിയാക്ഷൻ റേറ്റ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിയാക്ഷൻ റേറ്റ്. റിയാക്ഷൻ റേറ്റിനെയാണ് ഞാൻ RR എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെയാവാം നിങ്ങൾക്കറിയോ? ഇപ്പോൾ ഫസ്റ്റത്തെ ഘടകമാണ് കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്റ്റൻസ്. ഇല്ലേ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെയായിരിക്കും? റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ, അളവ് അല്ലേ? കോൺസെൻട്രേഷൻ പറഞ്ഞാൽ അതിൻ്റെ ഒരു അളവാണ്. അപ്പോൾ ആ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ ആ റിയാക്ഷൻ്റെ റേറ്റും എങ്ങനെയായിരിക്കും? അതും കൂടും ഇല്ലേ? ഇപ്പം നമുക്ക് കുറേ റിയാക്റ്റൻസ് ഉണ്ടെങ്കിൽ കുറേ പ്രൊഡക്ട്സ് കിട്ടൂലേ ഇല്ലേ? അപ്പോൾ നമുക്ക് പറയാം ഒന്നാമത്തെ ഫാക്ടറാണ് എന്ത്? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. അത് വെൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ്റെ റേറ്റും എന്ത് ചെയ്യും? ഇൻക്രീസസ്. അതാണ് RR എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. റിയാക്ഷൻ്റെ റേറ്റും അപ്പോൾ ഇൻക്രീസ് ചെയ്യും. ഇനി രണ്ടാമത്തെ ഫാക്ടറാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്തായിരിക്കും? ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ കുറച്ച് ചൂട് കൊടുത്തു, അപ്പോൾ എന്തുണ്ടാവും? ആ റിയാക്ഷൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യും ഇല്ലേ? അതായത് ആ റിയാക്ഷൻ്റെ റേറ്റും കൂടും. അപ്പോൾ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ആൾസോ റിയാക്ഷൻ റേറ്റ് ഇൻക്രീസസ്. ഇനി മൂന്നാമത്തെ ഫാക്ടറാണ് കാറ്റലിസ്റ്റ്. അറിയില്ലേ? ഉൽപ്രേരകങ്ങൾ ഇല്ലേ? ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മളൊരു കാറ്റലിസ്റ്റിനെ അതിക്കിട്ടെടുത്തു. അപ്പോൾ ഈ കാറ്റലിസ്റ്റുകൾ എന്താ ചെയ്യുക? റിയാക്ഷൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാറ്റലിസ്റ്റിന് ഇട്ട് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു കാറ്റലിസ്റ്റിന് ഇട്ട് കൊടുത്താൽ ആ റിയാക്ഷൻ്റെ റേറ്റിനും അപ്പോൾ എന്ത് മാറ്റം ഉണ്ടാവുക? ആ റിയാക്ഷൻ്റെ റേറ്റും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ വെൻ കാറ്റലിസ്റ്റും എന്ത് ചെയ്യും? ഈ കാറ്റലിസ്റ്റ് ഇൻക്രീസസ് ദ സ്പീഡ് ഓഫ് റിയാക്ഷൻ. കാറ്റലിസ്റ്റ് ഇൻക്രീസസ് ദ സ്പീഡ് ഓഫ് റിയാക്ഷൻ. റിയാക്ഷൻ്റെ സ്പീഡും എന്ത് ചെയ്യും? കാറ്റലിസ്റ്റ് ഇൻക്രീസസ്.
അപ്പോൾ ഈ 3 ഫാക്ടേഴ്സാണ് ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഏതൊക്കെയാണ്? 1 റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ, 2 ടെമ്പറേച്ചർ, 3 കാറ്റലിസ്റ്റ്. ഇത് 3ഉം എന്ത് ചെയ്യാണ്? റിയാക്ഷൻ്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന ഫാക്ടേഴ്സാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഏതാണെന്നറിയോ? റേറ്റ് ലോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാട്ട് ഈസ് റേറ്റ് ലോ എന്ന് പറയുന്നത്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എന്താണ് ഈ റേറ്റ് ലോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്ര മാത്രം എഴുതിയാൽ മതി എന്നറിയോ? നിങ്ങളെങ്ങനെ എഴുതാം? ഫോർ എ ജനറൽ റിയാക്ഷൻ, ഒരു സാധാരണ ഒരു കോമൺ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ, BB gives CC plus DD. ഇതൊരു റിയാക്ഷനാണ്, ഒരു കോമൺ, ഞാൻ എല്ലാത്തിനുള്ള ഒരു കോമൺ റിയാക്ഷൻ ആക്കി എടുത്തു. അപ്പോൾ ഫോർ എ ജനറൽ റിയാക്ഷൻ എന്ന് എഴുതി വെക്കുക. എന്നിട്ട് എഴുതുക, ഇതാണ് നമ്മൾ റേറ്റ് ലോ. R is equal to K into concentration of A raised to X into concentration of B raised to Y. ഇതാണ് റേറ്റ് ലോ. എന്താണ് റേറ്റ് ലോ പറയുന്നത്? ഇപ്പോൾ തന്നെ അങ്ങോട്ട് പഠിച്ചു വെച്ചോ. R is equal to K into concentration of A. ഏതാണ് A? ഈ ഇതിലുള്ള റിയാക്റ്റൻസ് ആണ് അല്ലേ? ഈ റിയാക്ഷൻ്റെ റിയാക്റ്റൻസ് ആണ് ഒന്ന് A. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷനെ അതിനെ ഒരു എക്സ്പോണൻ്റ് കൊണ്ട് നമ്മൾ പവർ എക്സ്പോണൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അതാണ് കോൺസെൻട്രേഷൻ ഓഫ് A raised to X ഇൻറ്റു ഇതിൻ്റെ കോൺസെൻട്രേഷൻ, ഈ കോൺസെൻട്രേഷൻ ഓഫ് B raised to Y. അതാണ് ഒരു റേറ്റ് ലോ. അപ്പോൾ ഇത്രയും അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. റേറ്റ് ലോ എന്ന് പറഞ്ഞാൽ R is equal to K into concentration of A raised to X into concentration of B raised to Y. ഇനി ഇതിൽ R എന്താന്ന് വെച്ചാൽ ഈ R റേറ്റ് ഓഫ് എ റിയാക്ഷൻ ആണ്. ഒരു റിയാക്ഷൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുക. അങ്ങനെയല്ല പരീക്ഷയ്ക്ക് ചോദിക്കുക ഇതാണ് വാട്ട് ഈസ് റേറ്റ് ലോ എന്നാണ്. അപ്പോൾ ഇത് മാത്രം അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ താഴെ നിങ്ങൾ എന്തും കൂടി എഴുതണം, ഈ ഇക്വേഷനിലുള്ള ആളുകളുടെ പേര്. അപ്പോൾ ഇതിൽ ആരൊക്കെയുള്ളത്? ഒരു K ഉണ്ട് അല്ലേ? ഈ K എന്താ ഉള്ളത്? എന്താണ് അതിൻ്റെ പേര്? അതൊരു റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് റേറ്റ് കോൺസ്റ്റൻറ്റ്. ഇത് ഓർത്ത് വെക്കുക കേട്ടോ. K എന്താണ്? ഒരു റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. എയും ബിയും എന്താണ്? റിയാക്റ്റൻസ് ആണ് അല്ലേ? ആ റിയാക്ഷൻ്റെ റിയാക്റ്റൻസ് ആണ് എയും ബിയും. എക്സും വൈയും എന്താണെന്നറിയോ? ഇതിൻ്റെ മേലുള്ള എക്സും വൈയും അത് നമുക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റൂല. അത് പരീക്ഷണങ്ങളിലൂടെ കണ്ടുപിടിക്കുന്ന ഒരു ടേമാണ്. അതുകൊണ്ട് അതിങ്ങനെ എഴുതാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി, വേറെ അപ്പുറത്തേക്ക് ഒരു ചിന്ത വേണ്ട കേട്ടോ. എക്സും വൈയും എക്സ്പോണൻസ് ആണ്. എന്താണ്? ഓരോ എക്സ്പോണൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും എഴുതി വെക്കുക. അപ്പോൾ റേറ്റ് ലോ എന്താണെന്ന് ചോദിച്ചാൽ ഫോർ എ ജനറൽ റിയാക്ഷൻ എന്ന് എഴുതിയിട്ട് ആ റിയാക്ഷൻ എഴുതുക. ഈ റിയാക്ഷൻ എഴുതിയിട്ടില്ലെങ്കിലും ഈ R is equal to K into concentration of A raised to X into concentration of B raised to Y എന്ന് എഴുതിയിട്ട് K റേറ്റ് കോൺസ്റ്റൻ്റ് ആണെന്നും എയും ബിയും അതിൻ്റെ റിയാക്റ്റൻസ് ആണെന്നും എക്സും വൈയും അതിൻ്റെ ഒരു എക്സ്പോണൻസ് ആണെന്നും എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ആ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുക. അതങ്ങോട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് നോക്കി നോക്കൂ. ഇവിടെ എൻ്റെ കോൺസെൻട്രേഷനും നമ്മൾ 1 ആക്കിയിട്ട് എടുത്തു. അതായത് ഈ ഇക്വേഷനിൽ എ ഇല്ലേ, ആ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ 1 ആക്കി എടുത്തു. പിന്നെ അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് ബിയും 1 ആക്കി എടുത്തു. അപ്പോൾ ഇത് നോക്കി നോക്കൂ. അപ്പോൾ നമ്മുടെ റേറ്റ് ലോ എങ്ങനെയായിരിക്കും? R is equal to K into കോൺസെൻട്രേഷൻ ഓഫ് എ, അതായത് കോൺസെൻട്രേഷൻ ഓഫ് 1 raised to X എന്തെന്നെയാണ്? 1 ആണ് അല്ലേ? 1 square 1 അല്ലേ? 1 cube 1 അല്ലേ? അപ്പോൾ 1 raised to X എന്തായിരിക്കും? 1 തന്നെയായിരിക്കും. പിന്നെ ബിയും 1 ആണ് അല്ലേ? അപ്പോൾ 1 raised to Y എന്തായിരിക്കും? 1 തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? R is equal to K ആണ്. അപ്പോൾ ആ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻ്റ് ആവും. എപ്പോൾ? ഈ ആ റിയാക്ഷനിലുള്ള റിയാക്റ്റൻസിൻ്റെ അളവ് യൂണിറ്റ് ആണെങ്കിൽ, അതായത് 1 ആണെങ്കിൽ, അതിൻ്റെ കോൺസെൻട്രേഷൻ 1 ആണെന്നുണ്ടെങ്കിൽ ആ റിയാക്ഷൻ്റെ റേറ്റ് വിൽ ബി ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കൂടി ഓർത്തു വെക്കുക അതിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് ലോ ക്ലിയർ ആയി എന്ന് തോന്നുന്നു. നമുക്ക് എടുക്കാനുള്ളത്
ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതാണ് ഓർഡർ ഓഫ് എ റിയാക്ഷൻ. ഓർഡർ ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ്റെ ഓർഡർ എന്താണ്? ഈ ഓർഡർ എന്നാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഓർഡർ എന്താണെന്ന് വെച്ചാൽ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ശ്രദ്ധിക്കുക. R is equal to K into concentration of A raised to X into concentration of B raised to Y. ഇതെന്താണ്? നമ്മുടെ റേറ്റ് ലോ ആണ് ഇല്ലേ? അതായത് ഈ റേറ്റ് ലോ എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ്റെ റേറ്റ് ലോ ആണ് ഇല്ലേ? അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ. ഈ ഓർഡർ, ആ റിയാക്ഷൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ അതെന്താ അറിയോ? അതിൻ്റെ റേറ്റ് ലോയിലുള്ള ഈ എക്സ്പോണൻസ് ഇല്ലേ, ഈ എക്സ്പോണൻസിൻ്റെ സമ്മാണ് ആ റിയാക്ഷൻ്റെ ഓർഡർ. മനസ്സിലായോ? അപ്പോൾ ഓർഡർ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? ഈ എക്സ്പോണൻസ് എക്സ്, ഈ എക്സ്പോണൻസ് വൈ. അപ്പോൾ ഈ എക്സ് പ്ലസ് വൈ ആണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ മനസ്സിലായല്ലോ? അതായത് ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിയാക്ഷൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ആ റിയാക്ഷൻ്റെ റേറ്റ് ലോയിലുള്ള അതിൻ്റെ എക്സ്പോണൻസ് ഉണ്ടല്ലോ, ആ എക്സ്പോണൻസിൻ്റെ സമ്മാണ്, ആ എക്സ്പോണൻസുകൾ കൂട്ടിയാൽ കിട്ടുന്ന തുകയാണ് ആ റിയാക്ഷൻ്റെ ഓർഡർ. ഈ റിയാക്ഷൻ്റെ ഓർഡർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് എക്സ്പെരിമെൻ്റലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അതായത് പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്താനേ റിയാക്ഷൻ്റെ ഓർഡർ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ പരീക്ഷയ്ക്ക് ഇത്രയേ ഉള്ളൂ ചോദിക്കുക, വാട്ട് ഈസ് റേറ്റ് ഓർഡർ ഓഫ് എ റിയാക്ഷൻ. അപ്പോൾ നിങ്ങൾ ഇത്രയും എഴുതിയാൽ മതി. ആ റേറ്റിലോ എഴുതിയിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെയെങ്കിലും കൊണ്ട് എഴുതി വെച്ചാൽ മതി. ഡെഫിനിഷനായിട്ട് എഴുതണമെന്നില്ല. ഇതിങ്ങനെ എഴുതുക, ഒരു റേറ്റിലോ എഴുതുക, എന്നിട്ട് ഓർഡർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്നെങ്കിലും എഴുതുക. അപ്പോഴെങ്കിലും മാർക്ക് കിട്ടും. ഈ എക്സും വൈയും അതിൻ്റെ എന്താണ്? എക്സ്പോണൻസ് ആണ്. ആ എക്സ്പോണൻസിൻ്റെ സമ്മാണ് എന്ത്? അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡെഫിനിഷനായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പറയുക? ഓർഡർ ഓഫ് എ റിയാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി എന്താണ്? ഡിഫൈൻഡ് ആസ് ദി സം ഓഫ് ദി, ഇല്ലേ? ഇതൊരു സമ്മാണ് അല്ലേ? സം ഓഫ് ദി പവേഴ്സ് ഓഫ് ദി, സം ഓഫ് ദി പവേഴ്സ് ഓഫ് ദി, ഇല്ലേ? പവേഴ്സ് ആണ് ഇതിൻ്റെ. പവേഴ്സ് ഓഫ് ദി കോൺസെൻട്രേഷൻ ടേംസ് ഇൻ എ റേറ്റ് ലോ, അല്ലേ? കോൺസെൻട്രേഷൻ ടേമിൻ്റെ പവറുകളുടെ സമ്മാണ്, അല്ലേ? കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് ലോ. റേറ്റ് ലോയിലുള്ള കോൺസെൻട്രേഷൻസിൻ്റെ പവേഴ്സിൻ്റെ സമ്മാണ് ഓർഡർ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓർഡറും ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയി അല്ലേ? ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വ്യത്യസ്ത ഓർഡറുകളുള്ള റിയാക്ഷൻസുകളുണ്ട്. അതായത് ഓർഡർ 1 ആയിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ട്, ഓർഡർ 0 ആയിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ട്, ഓർഡർ 2 ആയിട്ടുള്ളതും ഓർഡർ ഫ്രാക്ഷൻ ആയിട്ടുള്ള റിയാക്ഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സീറോ ഓർഡർ റിയാക്ഷൻ. സീറോ ഓർഡർ റിയാക്ഷൻ പരീക്ഷയ്ക്ക് ചോദിക്കുക എങ്ങനെയാണെന്നറിയോ? സീറോ ഓർഡർ റേറ്റ് ആൻ എക്സാമ്പിൾ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. സീറോ ഓർഡർ റിയാക്ഷനുള്ള ഒരു എക്സാമ്പിൾ എഴുതാനാണ് പറയുക. അപ്പോൾ സീറോ ഓർഡർ റിയാക്ഷനിൽ ഓർഡർ എങ്ങനെയായിരിക്കും? എത്ര ആയിരിക്കും ഓർഡർ? ഓർഡർ വിൽ ബി ഈക്വൽ ടു 0. അതായത് അതിൻ്റെ ആ റേറ്റിലുള്ള എക്സും വൈയും കൂട്ടിയാൽ നമുക്ക് 0 ആയിരിക്കും കിട്ടുക. ഇനി അതിൻ്റെ റിയാക്ഷൻ്റെ അപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിൾ, സീറോ ഓർഡർ റിയാക്ഷനുള്ള ഒരു എക്സാമ്പിൾ അതാണ് നമ്മളോട് ചോദിക്കുക. അപ്പം നിങ്ങൾ ഇതങ്ങോട്ട് പഠിച്ചു വെച്ചോ ഇപ്പം തന്നെ. അതാണ് 2NH3 gives 2NH3 gives N2 plus 3H2. പ്ലാറ്റിനത്തിൻ്റെയും 1130 കെൽവിൻ ടെമ്പറേച്ചറിൻ്റെയും എന്താണ്? അമോണിയ അല്ലേ? നമ്മുടെ അമോണിയ എന്ത് ചെയ്തിട്ട് മാറുന്നു? നൈട്രജനും ഹൈഡ്രജനുമായിട്ട് മാറുന്ന റിയാക്ഷനാണ്. എന്തിൻ്റെ പ്രസൻസിൽ? പ്ലാറ്റിനത്തിൻ്റെ പ്രസൻസിൽ അമോണിയ ഹൈഡ്രജനും നൈട്രജനുമായിട്ട് മാറുന്ന ഒരു റിയാക്ഷൻ ആയതാണ് സീറോ ഓർഡർ റിയാക്ഷനുള്ള ഒരു എക്സാമ്പിളാണ്.
അപ്പോൾ അത് ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കാം, ഇപ്പം തന്നെ പഠിക്കുകയും ചെയ്യാം കേട്ടോ. സീറോ ഓർഡർ റിയാക്ഷൻ്റെ എക്സാമ്പിൾ. ഇനി നമ്മൾ പഠിക്കാനുള്ളത് അടുത്തത് നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനുള്ള ഒരു എക്സാമ്പിൾ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഓർഡർ എത്ര ആയിരിക്കും? ഓർഡർ വിൽ ബി ഈക്വൽ ടു 1 ഇല്ലേ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഓർഡർ വിൽ ബി ഈക്വൽ ടു 1. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ പഠിക്കാനുള്ളത്. എന്താ അറിയോ? H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് H2O2. അത് ഡികമ്പോസ് ചെയ്തിട്ട് വാട്ടറും H2Oയും പ്ലസ് ഹാഫ് O2 ആയി മാറുന്നത്. H2O2 gives H2O plus half O2. ഇതെന്താണ്? ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ എക്സാമ്പിൾ ആണ്. അതായത് ഈ റിയാക്ഷൻ്റെ ഓർഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഓർഡർ അതിൻ്റെത് 1 ആയിരിക്കും. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഓർഡർ എത്രയായിരിക്കും? ഓർഡർ വിൽ ബി ഈക്വൽ ടു 2 അല്ലേ? സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ്റെ ഓർഡർ ഏതായിരിക്കും? 2. അതിൻ്റെ എക്സാമ്പിൾ എഴുതിക്കോളൂ. H2 പ്ലസ് I2 gives 2HI. സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. H2 പ്ലസ് I2 gives 2HI. അപ്പോൾ ഇത് ഒരു സെക്കൻഡ് ഓർഡർ റിയാക്ഷനുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് വേറൊന്നും കൂടി, ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ് സീറോ ഓർഡറും ഫസ്റ്റ് ഓർഡറും ഫ്രാക്ഷണൽ ഓർഡറും. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസുകൾ എന്തായാലും ചോദിക്കും. 1 മാർക്ക് നിങ്ങൾ വെറുതെ കളയണ്ട, അപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെച്ചോ. ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ. ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ്റെ എക്സാമ്പിൾ എന്തായിരിക്കും? ഇതിൻ്റെ ഓർഡർ ഉണ്ടാവുക ഫ്രാക്ഷൻ ആയിരിക്കും. എന്താ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഭിന്നസംഖ്യ അല്ലേ? കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു ഭിന്നസംഖ്യ ഉള്ള ഒരു ഓർഡർ ആയിരിക്കും ഫ്രാക്ഷൻ. ഇപ്പോൾ 2/3 4/6 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു ഫ്രാക്ഷൻ ആയിരിക്കും ഇതിൻ്റെ ഓർഡർ ഉണ്ടാവുക. ഇനി അങ്ങനെ വരുന്ന ഓർഡറിൻ്റെ ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കി നോക്കാം. എങ്ങനെയാണ്? H2 plus Br2 gives 2HBr. ഇതൊരു ഫ്രാക്ഷണൽ ഓർഡറിൻ്റെ റിയാക്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ CHCl3 പ്ലസ് Cl2 gives CCl4 പ്ലസ് HCl. ഇത് അങ്ങോട്ട് ബൈ ഹാർട്ട് ഇത് പഠിക്കട്ടോ, അല്ലാതെ വേറൊരു വഴിയും ഇത് പഠിക്കാനില്ല. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് നോക്കിയിട്ട്, ഇപ്പോൾ ഇതിൽ ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷനുള്ള എക്സാമ്പിൾ ഇതിനേക്കാളും സിമ്പിൾ ഇതാണ്. H2 പ്ലസ് Br2 gives 2HBr ഇല്ലേ? അപ്പോൾ അത് അങ്ങനെയെങ്കിലും ഒന്നുകൊണ്ട് പഠിക്കുക. അതേപോലെ തന്നെ H2 പ്ലസ് I2 gives 2HI, അതും സിമ്പിളാണ്. പിന്നെ H2O2 അതും സിമ്പിൾ തന്നെയാണ്. പിന്നെ അമോണിയ ഉണ്ടാക്കുന്നത് എന്താ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അപ്പോൾ എല്ലാ റിയാക്ഷനും നമുക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാം. ഹേബർ പ്രോസസ്സാണിത് അല്ലേ? ഇത് പഠിച്ചിട്ടില്ലേ? അത് സീറോ ഓർഡർ റിയാക്ഷൻ്റെ. അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ഓർഡറിലുള്ള റിയാക്ഷൻസുകൾ.